ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹർ വന്ദനെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ എത്തുകയാണ്. അങ്ങനെ വന്ദനയെ വിവാഹം കഴിക്കുന്നത് അവളുടെ മിണ്ടാൻ കഴിയില്ലെങ്കിൽ അവളുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. വന്ദനയ്ക്ക് പ്രത്യേകിച്ച് വരുൺ അതൊക്കെ അറിയുകയും ചെയ്യാം. അവനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് കല്യാണി അടക്കം അവന്റെ ഭാര്യമാരടക്കം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നാടകം തുടർന്നു കൊണ്ട് പോകുന്നത്. മനോഹർ നല്ല സന്തോഷത്തിലാണ്. സരയുടെ കയ്യിൽ നിന്നും പണവും അതുപോലെ സ്വർണങ്ങളും പതുക്കെ തന്റെ കൈക്കലാക്കി എടുക്കുന്നുണ്ട്. ആ പൈസ കൊണ്ട് വന്ദനയെ പരമാവധി സന്തോഷിപ്പിക്കുകയും അവളെ പുറത്തു കൊണ്ടുപോയി അവൾക്ക് വേണ്ട ഡ്രസ്സും സാധനങ്ങളും അടിച്ചു പൊളിക്കുകയും അതുപോലെ തന്നെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മനോഹറിന് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇത്രയൊക്കെ പണം ചെലവാക്കിയാൽ ഒരു 4-5 ലക്ഷം രൂപ ചെലവാക്കിയാലും തൻ്റെ കയ്യിലിരിക്കുന്നത് 2 ചെക്കുകളാണ്. ഓരോ കോടി രൂപയുടെ 2 ചെക്കുകൾ. കല്യാണം കഴിഞ്ഞ ഉടനെ അത് മാറി തനിക്ക് അതൊക്കെ സ്വന്തമാക്കുകയും ചെയ്യാം. തന്നെയല്ല, വന്ദനയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് ബാങ്കിലുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരേ ഒരു മകൾ മാത്രമാണ്. കണ്ട സ്വത്തുക്കളൊക്കെ അവൾക്കുള്ളതാണ്. അപ്പം അതൊക്കെ തൻ്റെ പേരിലാകും. താൻ എന്തായാലും ഇപ്രാവശ്യം അടിച്ചിരിക്കുന്ന ഒരു ലോട്ടറി അല്ല, ബമ്പൻ ലോട്ടറി തന്നെയാണെന്നൊക്കെയാണ് മനോഹർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മനോഹർ നല്ല സന്തോഷത്തിൽ തന്നെ പുതിയൊരു അച്ഛനെയും അമ്മയെയും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കല്യാണത്തിന്റെ അവസരം അങ്ങനെ കുറച്ച് ബന്ധുക്കളെയൊക്കെ സംഘടിപ്പിച്ച് ഹാളിലേക്ക് വരികയാണ്. എന്തായാലും ഹാളിൽ എല്ലാവരും സജ്ജമായി, എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് താലി കെട്ടേണ്ട സമയത്ത് വന്ദന അവിടെ വെച്ച് വരുണായി മാറുന്നുണ്ട്. ഇതെന്തായി സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ അന്തം വിട്ടു പോവുകയാണ് നമ്മുടെ മനോഹർ. അപ്പോൾ ആ സമയത്താണ് അവിടേക്ക് കല്യാണിയും അതുപോലെ തന്നെ മനോഹറിൻ്റെ മറ്റുള്ള ഭാര്യമാരൊക്കെ കൂടി അവിടേക്ക് എത്തുന്നത്. ഇതൊക്കെ തന്നെ അവരുടെ കളികളാണ് എന്ന് അപ്പോഴായിരിക്കും മനസ്സിലാകാൻ പോകുന്നത്. അപ്പോൾ ആകെ നാണം കെട്ട് അവിടെ നിന്ന് അവരെല്ലാവരും അടിച്ചിറക്കുന്നുണ്ട്. നല്ല രീതിയിൽ നാണം കെട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇനി ജീവിതത്തിൽ ഇത്ര വലിയൊരു അടി നമ്മുടെ മനോഹറിന് കിട്ടാനില്ല. ഇതേ സമയത്താണെങ്കിൽ ഗംഗപ്രസാദ് നല്ല സന്തോഷത്തിലാണ്. രാഹുലിനൊക്കെ കൂട്ടുപിടിച്ചിട്ട് കിരണിനെ എന്തായാലും കിടപ്പാക്കി. ഇനിയിപ്പോൾ കല്യാണിയെ ഇല്ലാതാക്കണം എന്നൊക്കെ തന്നെയാണ് മുന്നോട്ടുള്ള തീരുമാനം. എന്തായാലും നമ്മുടെ കല്യാണിയും കിരണൊക്കെ ഗംഗപ്രസാദിനെ നേരത്തെ തന്നെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അവൻ്റെ മുന്നിൽ ഇവർ നാടകം കളിക്കുന്നതാണ്. ഇവൻ എത്രത്തോളം മുന്നോട്ട് പോകും, കളികളൊക്കെ ഇവൻ എത്രത്തോളം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാൻ വേണ്ടി തന്നെ അവരെങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നതാണ്. എന്തായാലും നമ്മുടെ കിരണിനെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്ന ഗംഗപ്രസാദ് ഞെട്ടിപ്പോവുകയാണ്. കിരൺ വയ്യാതെ കിടക്കുന്ന കിരണിനെ പ്രതീക്ഷിച്ചെത്തുമ്പോൾ അവിടെ നല്ല ആരോഗ്യവാനായി നിൽക്കുന്ന കിരണിനെ കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ. അപ്പോൾ ആ സമയത്ത് എണ്ണി എല്ലാ കാര്യങ്ങളും അവിടെ ലക്ഷ്മി അമ്മയും അതുപോലെ കാർത്തിയൊക്കെ ഉണ്ടായിരിക്കും. താൻ ഒരു ട്രാപ്പിൽ തന്നെയാണ് പെട്ടിട്ടുള്ളതെന്ന് ഗംഗപ്രസാദിന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ചിട്ട് നമ്മുടെ ഗംഗപ്രസാദിന്റെ മുഖത്ത് ആദ്യം തന്നെ അടിക്കുന്നത് കല്യാണി തന്നെയായിരിക്കും. കിരണേട്ടൻ ഇങ്ങനെ നീ കിടത്തിയല്ലേ, എന്നിട്ട് നീ കൂടെ നിന്ന് നാടകം കളിക്കുകയായിരുന്നില്ലേ, ഞങ്ങളിതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാടാ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവന് കിരണം നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട്. ചന്ദ്രസേനൊക്കെ ആ സമയത്ത് അവിടെ നിന്നും വരുന്നുണ്ട്. എല്ലാവരുടെ വകയായിട്ട് എന്തായാലും നല്ല തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ ഗംഗപ്രസാദിന്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.